ഒമ്പതാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്റ്റഡി ലിങ്ക്സ് ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെബ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഡെബ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കടങ്ങളാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടപ്പാടുകൾ, കടപ്പാടിന്റെ കടങ്ങൾ എന്നുള്ള ഒരു ചെറിയൊരു കഥയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? സെൽമ ലെഗ്ലോഫ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൽമ ലെഗ്ലോഫ് ദ റിനൗണ്ട് സ്വീഡിഷ് ഓതർ, അവര് സ്വീഡിഷ് എഴുത്തുകാരിയാണ്. വാസ് ബോൺ ഇൻ 20th November 1858, 1858 നവംബർ 20 അവർ ജനിച്ചിട്ടുള്ളത്. ഷീ റിസീവ്ഡ് എ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ വിച്ച് വാസ് അൺയൂഷ്വൽ ഫോർ ഗേൾസ് ഓഫ് ഓർ ഹെർ ടൈം. ആ സമയത്ത് പെൺകുട്ടികൾക്ക് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ വളരെ റയർ ആയിരുന്നു. അങ്ങനെ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്. Later she studied at the Royal Advanced Female Teachers Seminary in Stockholm from 1818 to 1885 വരെ അവർ എവിടെയാണ് പഠിച്ചത്? സ്റ്റോക്ക്ഹോമിലെ സെമിനാറിൽ അഡ്വാൻസ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനാറിയിലാണ് പഠിച്ചത്. ഷീ ടോട്ട് അറ്റ് എ സ്വീഡിഷ് ഹൈസ്കൂൾ ഫോർ ഗേൾസ്. അവരെവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ ഹൈസ്കൂളിൽ എവിടെയാ? ലാൻഡ്സ്ക്രോണ, സ്വീഡനിലെ ഒരു സ്ഥലമാണ്. She was the first woman to win the Nobel Prize in Literature. എന്താണ് ഒരു പ്രത്യേകത? അവർ ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് വിമൺ ആണ് അല്ലെ. വിച്ച് വാസ് അവാർഡഡ് ടു ഹെർ ഇൻ 1909, 1909 അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. She was also the first woman to be granted a membership in the Swedish Academy. സ്വീഡിഷ് അക്കാഡമിയിൽ മെമ്പർഷിപ്പ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ വനിത കൂടിയാണ് അവർ. Two of her notable works, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് വർക്കുകളാണ് എന്തൊക്കെ? ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റ ബെർലിൻ ആൻഡ് ദി ഇൻവിസിബിൾ ലിങ്ക്സ്. ഈ രണ്ട് പുസ്തകങ്ങൾ. ഷി പാസ്ഡ് അവേ ഇൻ 16 March 1940, 1940 മാർച്ച് 16 അവർ അന്തരിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഓതറിനെ കുറിച്ചും നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനം, സ്റ്റോറിയുടെ അവസാനം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനി ആ സ്റ്റോറിലേക്ക് നിങ്ങൾ പോവാം. നമ്മുടെ പുതിയ വേർഡ്സിന്റെ ഒക്കെ ആൻസർ, പിന്നെ നമ്മുടെ ന്യൂ വേർഡ്സിന്റെ ഒക്കെ അർത്ഥം പറയുന്നുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യാം? നോട്ടിലേക്ക് എഴുതി വെക്കുക. അപ്പൊ പിന്നീട് നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും. പാഠത്തിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആക്ടിവിറ്റി കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞ പാഠത്തിലെ പോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ പാഠത്തിന് ഡൗട്ട് ഉള്ളത് നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കുക. അത് കംപ്ലീറ്റ് ആക്ടിവിറ്റീസും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകാം. ഡെബ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് പാരഗ്രാഫ്. A few days ago, I was sitting in the train bound for Stockholm. സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്ന ട്രെയിനിൽ ഞാൻ കുറച്ച് ദിവസം മുൻപ് ഇരിക്കുകയായിരുന്നു. It was early evening. There was little light in my compartment and none at all outside. It was early evening. വൈകുന്നേരം തുടക്കമായിരുന്നു. There was little light, ചെറിയ ലൈറ്റ് കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ. And none at all outside. പുറത്തത്രേ തീരെ ഉണ്ടായിരുന്നില്ല. My fellow passengers were dozing and I was very quiet listening to the rattling of the train. രണ്ട് ന്യൂ വേർഡ്സ് നമുക്ക് നോക്കാം. ഒന്ന് നിങ്ങൾക്ക് അറിയാം, ഡോസിങ്. ഡോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഉറക്കം, നമ്മൾ മയക്കം എന്നൊക്കെ പറയില്ലേ, അതാണ് ഡോസിങ്. ദെൻ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. റാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ പോകുന്ന ഒരു സൗണ്ട്, അതായത് നമ്മൾ തുടർച്ചയായിട്ട് എന്തെങ്കിലും അടിക്കുന്ന ബീറ്റ് ചെയ്യുന്ന ഒരേ താളത്തിലുള്ള ഒരു സൗണ്ടിനൊക്കെയാണ് നമ്മൾ റാറ്റ്ലിംഗ് എന്ന് പറയാം. നമ്മുടെ ട്രെയിനിന്റെ സൗണ്ടിനാണ് ഇവിടെ റാറ്റ്ലിംഗ് എന്ന് ഉദ്ദേശിച്ചുള്ളത്. മൈ ഫെലോ പാസഞ്ചേഴ്സ്, എന്റെ കൂടെയുള്ള യാത്രക്കാർ, സഹയാത്രികർ, അവരൊക്കെ മയക്കത്തിലായിരുന്നു. ആൻഡ് ഐ വാസ് വെരി ക്വയറ്റ്, ഞാൻ വളരെ ക്വയറ്റ് ആയിട്ട് ലിസണിങ് ടു ട്രെയിനിന്റെ സൗണ്ടിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. And then I began to think of all the other times I had to come up to Stockholm. And then I began, ഞാൻ എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയത്? All the other times I had come up to, ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് വന്നിരുന്ന സമയത്തെ കുറിച്ചൊക്കെ ഞാൻ വെറുതെ ട്രെയിനിൽ വെറുതെ ചിന്തിക്കാൻ തുടങ്ങി. It had usually been to do something difficult, such as to pass examinations. It had usually സാധാരണ been to do something, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മുൻപ് വന്നിട്ടുള്ളത്. such as to pass എക്സാം എഴുതാൻ വേണ്ടിയിട്ടൊക്കെ, പരീക്ഷ പാസ്സാൻ വേണ്ടിയിട്ടൊക്കെയാണ് മുൻപ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. And now I was coming to receive the prize in literature. That too I thought would be difficult. ഇപ്പൊ ഞാൻ വരുന്നത് എന്തിനാണ്? പ്രൈസ് വാങ്ങാൻ, സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. And that too I thought would be difficult. അതും ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ കരുതുന്നത്. Deep within me, however, was a wondrous joy at receiving this prize. Deep within me, എന്റെ ഉള്ളിൽ എന്താണ്? However was a wondrous joy. പ്രൈസ് വാങ്ങുന്നത് ഭയങ്കരമായിട്ട് സന്തോഷം എന്റെ ഉള്ളിൽ.
I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. ഐ ട്രൈ ടു ഡിസ്പെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഡ്രൈവ് അവേ അല്ലെങ്കിൽ പുറന്തള്ളുക എന്നൊക്കെ പറയാം. ഡ്രൈവ് അവേ എന്ന് എഴുതാം, അല്ലെങ്കിൽ കോസ്റ്റ് വാനിഷ് എന്തെങ്കിലും കളയുന്ന ഒഴിവാക്കുന്ന എന്നൊക്കെ ഉള്ളത്. പുറന്തള്ളുക എന്നൊക്കെ മലയാളത്തിൽ കറക്റ്റ് അതിന് വേർഡ് പറയാം. ഐ ട്രൈ ടു ഡിസ്പെൽ മൈ ആങ്ഷൈറ്റി, എന്റെ ആകാംക്ഷ എല്ലാം പുറത്തേക്ക് കളയാൻ ഞാൻ എന്ത് ചെയ്തു, ബൈ തിങ്കിങ് ഓഫ് എന്തൊക്കെ ചിന്തിച്ചുകൊണ്ട് ദോസ് ഹു വുഡ് റിജോയ്സ് അറ്റ് മൈ ഗുഡ് ഫോർച്യൂൺ, എന്റെ നല്ല നല്ല കാലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ നല്ല ഭാവി, എന്റെ നല്ല അതിനെ കുറിച്ചൊക്കെ ആരൊക്കെ സന്തോഷിക്കുന്നു, റിജോയ്സ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്റെ ആങ്ഷൈറ്റിയൊക്കെ പുറന്തള്ളാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. They were my good friends, my brothers and sisters, and first and foremost my old mother, who sitting back at home was happy to have lived to see this day. ഈ ദിവസം ആരൊക്കെ സന്തോഷിക്കുന്നത്? എന്റെ ഗുഡ് ഫ്രണ്ട്സ്, നല്ല സുഹൃത്തുക്കള്, ബ്രദേഴ്സ് ആൻഡ് സഹോദരന്മാരും സഹോദരിമാരും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ആരായിരിക്കും? ആദ്യവും ഏറ്റവും കൂടുതലായിട്ട് ആരായിരിക്കും? മൈ ഓൾഡ് മദർ, എന്റെ പ്രായമായ അമ്മ, ഹു സിറ്റിംഗ് ബാക്ക് ഇൻ ഹോം, വീട്ടിലിരിക്കുന്ന അമ്മയും. ഇത്രയും പേരാണ്. വാസ് ഹാപ്പി ടു ഹാവ് ലീവ് ടു സീ ദിസ് ഡേ, ഈ ദിവസം കാണാൻ വേണ്ടി ഏറ്റവും സന്തോഷിക്കുന്ന അവരൊക്കെയാണ്. But then I thought of my father and felt a deep sorrow that he was no longer alive. എന്റെ ഫാദർ, അദ്ദേഹം ഏറ്റവും ആരെ കുറിച്ച് ചിന്തിച്ചു? ഫാദറിനെ കുറിച്ച് പറിച്ചു ഇല്ലേ? പക്ഷെ ഒരു ദുഃഖമുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹം ഇപ്പോ ഇല്ല, ജീവനോടെ ഇല്ല. I could not go and tell him that I have been awarded the Nobel Prize. എനിക്ക് പോയിട്ട് പറയാൻ പറ്റില്ല അദ്ദേഹത്തോട് എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹം മരണപ്പെട്ടു. I knew that no one would have been happier than he to hear this. I knew that, എനിക്ക് എന്തറിയാം, വേറെ ആരെക്കാളും അദ്ദേഹം ഹാപ്പിയർ ആയിരിക്കും, സന്തോഷം ഉണ്ടെങ്കിൽ എന്റെ അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരിക്കും അത് കേൾക്കാൻ വേണ്ടി. Yes, it was a deep sorrow to me that I could not tell him. ശരിക്കും ഇതൊരു സോറോ ആണ്, എനിക്ക് വിഷമമാണ്, കാരണം അച്ഛനോട് എനിക്ക് പോയിട്ട് പറയാൻ സാധിക്കുന്നില്ല. All rustle and bustle increased at the sound of the wheels becoming a shooting, peaceful melody. The coaches no longer seemed to run on rails and sleepers, but to glide into space. ഇവിടെ നമ്മൾ രണ്ട് വേർഡ്സ് ഉണ്ട്, ഒന്ന് റസിലും ബസിലും. റസിൽ എന്ന് മാത്രം നമ്മൾ പറയുമ്പോൾ ചെറിയ ശബ്ദം, മർമ്മര ശബ്ദത്തിലാണ് റസിൽ എന്ന് പറയാ. ബസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് കൂട്ടുക എന്നാണ് ശരിക്കും വേർഡിന്റെ അർത്ഥം. പക്ഷെ റസിൽ ആൻഡ് ബസിൽ എന്നുള്ള ഒന്നിച്ച് നമ്മൾ ഒരു ഫ്രേസ് ആണ് ഒന്നിച്ച് ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ നമുക്ക് പറയുന്നത് ശബ്ദ കോലാഹലങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും റസിൽ ആൻഡ് ബസിൽ എന്ന് പറയുന്നത്. ഓൾ റസിൽ ആൻഡ് ബസിൽ സീസ്, എല്ലാ ശബ്ദ കോലാഹലങ്ങളും നിലച്ചു. സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്ഡ്. ആൻഡ് സൗണ്ട് ഓഫ് ദ വീൽസ് ബിക്കേം സ്മൂത്തിങ് പീസ്ഫുൾ മെലഡി. ചക്രങ്ങളെ ട്രെയിനിന്റെ ചക്രങ്ങളുടെ ശബ്ദങ്ങൾ എന്തായി? വളരെ സ്മൂത്ത്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പീസ്ഫുൾ മെലഡി, ഒരു മെലഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. The coaches no longer seem to run on rails and sleepers but to glide into space. കോച്ചുകൾ റെയിലിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഓടുന്ന പോലെ അല്ല തോന്നിയത്, പക്ഷെ സ്പേസിൽ കൂടെ ഗ്ലൈഡ് ചെയ്യണമെങ്കിൽ തെന്നി നീങ്ങുക. നമ്മള് പാരാഗ്ലൈഡിങ് ഗ്ലൈഡ് ചെയ്യാനൊക്കെ ഗ്ലൈഡിങ് തെന്നി നീങ്ങുന്ന പോലെയാണ് തോന്നിയത്. I sat there and thought how much I should like to see my old father again. I sat there and thought, how much I should like to see my old പ്രായമായ അച്ഛനെ വീണ്ടും കാണുന്നതിനെ കുറിച്ച് ഞാൻ വീണ്ടും ചിന്തിച്ചു. So light and soundless was the movement of the train that I could hardly imagine I was on this earth. So light and soundless was the movement. ട്രെയിനിന്റെ ശബ്ദമില്ലായ്മയും ലൈറ്റും അല്ലേ, ഓഫ് ദ ട്രെയിൻ ദാറ്റ് ഐ കുഡ് ഹാർഡ്ലി ഇമാജിൻ. എനിക്ക് ഇമാജിൻ സാധിച്ചില്ല. ഐ വാസ് ഓൺ എർത്ത്, ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഭൂമി തന്നെ ആണെന്ന് പോലും എനിക്ക് തോന്നില്ല. And so I began to daydream. ഞാൻ daydream, ഞാൻ ദിവാസ്വപ്നം, പകൽ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. Just think if I were going to meet my father in paradise. പാരഡൈസിൽ സ്വർഗത്തിൽ പോയിട്ട് എന്റെ ഫാദറിനെ കാണുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണാൻ, ദിവാസ്വപ്നം കാണാൻ തുടങ്ങി. I seem to have heard of such things happening to other people. മറ്റാൾക്കാർക്ക് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. Why then not myself? എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? മറ്റുള്ളവരൊക്കെ അങ്ങനെ പോയിട്ടുള്ളവർ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? The train went gliding on, but it had a long way to go yet, and my thoughts raced ahead of it. ട്രെയിൻ ഗ്ലൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, തെന്നി നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ ഒരുപാട് പോകാണ്ട്. എന്റെ ചിന്ത റേസ് അതിനേക്കാൾ മുന്നിൽ പോയിക്കൊണ്ടേ, ട്രെയിനേക്കാൾ മുന്നിൽ എന്റെ ചിന്തകൾ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. 6ാമത്തെ പാരഗ്രാഫ്. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him.
ഫാദർ എവിടെ ഇരിക്കുകയായിരിക്കും? തീർച്ചയായിട്ടും ബൈ സിറ്റിംഗ് ഇൻ റോക്കിംഗ് ചെയർ, ആടുന്ന ചെയറിൽ ഇരിക്കുകയായിരിക്കും, വരാന്തയിൽ ഇരിക്കുകയായിരിക്കും. വിത്ത് എ ഗാർഡൻ ഫുൾ ഓഫ് സൺഷൈൻ, ഫുള്ള് സൂര്യപ്രകാശമുള്ള ഒരു ഗാർഡൻ. പിന്നെ എന്തുണ്ട്? ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ്സ്, പൂക്കളും ബേർഡ്സ് പക്ഷികളും ഒക്കെ മുന്നിലുള്ള ഒരു വരാന്തയിൽ ഇരിക്കുകയായിരിക്കും, ഗാർഡനിൽ ഇരിക്കുകയായിരിക്കും. He will be reading, of course, but when he sees me, he will put down his book, push his spectacles high up on his forehead, and get up and walk toward me. He will be reading. തീർച്ചയായിട്ടും അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ ഇരുന്നിട്ട്. ബട്ട് വെൻ ഹി സീസ് മീ ഹി വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക്. എന്നെ കാണുമ്പോൾ എന്ത് ചെയ്യും? ബുക്ക് താഴെ വെക്കും. പുഷ് ഹിസ് സ്പെക്ടക്കിൾസ് ഹൈ അപ്പ്, കണ്ണട അല്പം മുകളിലേക്ക് പൊന്തിക്കും. ഓൺ ഹിസ് ഫോർഹെഡ്, നെറ്റിയിൽ പൊന്തിക്കും, ഫോർഹെഡ് നെറ്റിയിൽ പൊന്തിക്കും. ആൻഡ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ടുവർഡ്സ്, എഴുന്നേറ്റിട്ട് എന്റെ അടുത്തേക്ക് വരും. ഹി വിൽ സേ, എന്ത് പറയും? Good day, my daughter. I am very glad to see you. Good day, my daughter. ഞാൻ എന്താണ്? നിന്നെ കാണാൻ വളരെയധികം സന്തുഷ്ടനാണ്. Or why you are here and how are you, my child? അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കും? നീ എന്താ ഇവിടെ? How are you? എങ്ങനെയുണ്ട് മോളെ എന്ന് വേണമെങ്കിൽ കുട്ടി എന്ന് ചോദിക്കാം, അല്ലെ? Just as he always used to. സാധാരണയായിട്ട് അദ്ദേഹം ചോദിക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. He will settle again in his rocking chair and only then began to wonder why I have come to see him. He will settle again in the rocking chair. വീണ്ടും ഇരുന്നിട്ട് എന്ന് ചിന്തിക്കും, began to wonder, അത്ഭുതപ്പെടും. Why I have come to, എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ അയച്ചതെന്ന് അത്ഭുതപ്പെടും. You sure there is nothing amiss? അദ്ദേഹം ചോദിക്കാം, are you sure? നിനക്ക് തീർച്ചയായും തെറ്റായിട്ടൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കില്ലേ? inappropriate ആയിട്ട് തെറ്റായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. He will ask suddenly. പെട്ടെന്ന് അദ്ദേഹം ചോദിക്കും, No, father, all's well. ഒന്നുമില്ല, എല്ലാം നല്ല തന്നെയാണ്. I will reply. ഞാൻ റിപ്ലൈ ചെയ്യും. But then, just as I am about to break my news to him, I will decide to keep it back just a while longer and try the indirect approach. എന്ത് ചെയ്യും? I will reply. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. But then just as I am about to break my news, എന്റെ ആ ന്യൂസ് എനിക്ക് ബ്രേക്ക് ചെയ്യണം. എന്താണ് ഞാൻ എന്ത് പറയാനാ പോയത്? എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയ പ്രായം പറയാൻ പോണ. I will decide to keep it. പറയാതെ വെച്ചിരുന്ന കാര്യം എനിക്ക് എന്ത് ചെയ്യുന്നു? പറയേണ്ടി വരും. ബാക്ക് ജസ്റ്റ് എ വൈൽ ലോങ്ങർ, കുറച്ച് കഴിഞ്ഞാൽ ആൻഡ് ട്രൈ ദ ഇൻഡയറക്റ്റ് അപ്രോച്ച്, ഒരു നേരിട്ടല്ലാത്ത രീതിയിൽ ഞാൻ അവതരിപ്പിക്കും. എങ്ങനെയാണ്? ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ് ഫാദർ, അല്ലേ? ഞാൻ നിങ്ങളോടൊരു ഉപദേശം ചോദിക്കാൻ വന്നതാണ്. ഐ വിൽ സേ, For I am very heavily in debt. ഞാൻ വളരെ ഹെവി ആയിട്ടൊരു കടത്തിലാണ്. നേരിട്ട് എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറയാൻ ഞാനൊരു ഇൻഡയറക്റ്റ് ആയിട്ട്, നേരിട്ടല്ലാതെ പറയാൻ ശ്രമിക്കും. എന്ത്? അത് ഞാനൊരു വലിയ കടത്തിലാണ്. I am afraid you will not get much help from me in this matter. I am afraid, ഞാൻ പേടിക്കാണ്. You will not get much help from me in this matter. ഈ കാര്യത്തിൽ വളരെയധികം ഹെൽപ്പ് കിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫാദർ വിൽ റിപ്ലൈ, എന്താണ്? One will say of this place that it is everything except money. എന്ത് ചെയ്യും? ഫാദർ റിപ്ലൈ ചെയ്യും, വൺ മേ വെൽ സേ ഓഫ് ദിസ് പ്ലേസ്, ഈ സ്ഥലത്തെ കുറിച്ച് എന്ത് പറയും? ഇസ് എവറിത്തിങ് എക്സ്പെക്ട് മണി. ഇവിടെ എന്തില്ല? സ്വർഗത്തിൽ പണമില്ല, ബാക്കി എല്ലാം കിട്ടുമെന്നാണ് പറയാം. നെക്സ്റ്റ് 9th പാരഗ്രാഫ്. But it's not money that I owe. You remember how you used to play the piano and sing Bellman songs to us children, and how you would let us read Tennyson, Runberg, and Anderson. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? ബട്ട് ഇറ്റ് ഈസ് നോട്ട് മണി. ഇത് എന്ത് കടത്തെ കുറിച്ച്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് കടപ്പെട്ടിരിക്കുക, അതിനെ കൊടുക്കാണ്ടാവും, അല്ലെ? പണം കൊടുക്കുന്നതിനെ പറ്റി കൊടുക്കാനുള്ളതിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഹൗ യു യൂസ് ടു പ്ലേ പിയാനോ പാടുന്നത് ആൻഡ് സിംഗ് ബെൽമാൻസ് സോങ് പാടുന്നത് ടു us children, ഞങ്ങൾ കുട്ടികൾക്ക്? ആൻഡ് ഹൗ യു വുഡ് ലെറ്റ് us read, എന്തൊക്കെ വായിക്കാൻ? ടെഗ്നർ ആൻഡ് റൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ, ഇവരൊക്കെ കഥകൾ വായിക്കാൻ വേണ്ടിയിട്ട്. It was then that I first fell into debt. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കടപ്പെട്ടത്. എന്ത് കടപ്പെട്ടത്? Father, how shall I ever repay them for teaching me to love fairy tales and sagas of heroes? നമ്മളിപ്പോ ഇവിടെ ഫെയറി ടെയിൽസ്, കഥകൾ ഇഷ്ടപ്പെടാനും ഇല്ലേ, ഇത് വായിക്കാനും ഒക്കെ ഞങ്ങൾ ഇഷ്ടപ്പെടുത്തിയില്ലേ, അതിനുള്ള കടപ്പാട് അല്ല, പണത്തിന്റെ കടപ്പാടല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. Father will straighten up in his rocking chair and a look of wonder will come into his eyes. I'm glad that I got you in this debt. അപ്പം ഫാദർ എന്ത് പറയും?
straighten up in the rocking chair. എന്നിട്ട് എന്ത് ചെയ്യും? Look of wonder, അത്ഭുതം will come into his eye. കണ്ണിലേക്ക് അത്ഭുതം വരുന്നത് കേൾക്കുമ്പോൾ I am glad, ഞാൻ സന്തോഷമുള്ള that I got you into this web. അപ്പോൾ ഈ കടത്തില് എനിക്ക് മനസ്സിലാവുന്നത് I got you into this web. അദ്ദേഹം പറയും. Yes, you may be right, Father, but then remember that is not all of it. Think of those poor homeless vagabonds who used to travel up and down playing the fool and singing all those songs. Yes, you may right. നിങ്ങൾ ശരിയാണ് ഫാദർ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. But then remember, നിങ്ങൾ ഒന്ന് ഓർമ്മിക്കുക എന്ത്, that is not all of it. അല്ല, അതിനെ കുറിച്ച് മാത്രമല്ല. Think of those poor homeless vagabonds. Vagabonds പറഞ്ഞാൽ നമ്മള് വീടില്ലാതെയും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ് vagabonds പറയാം. വീടില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവര് who used to travel up and down, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിരുന്നവര്. Playing the fool, എന്താണ് playing the fool and singing all those songs. എന്ത് ചെയ്യുന്നുണ്ട്? കോമാളി കളിച്ച് പാട്ടും പാടിയൊക്കെ പാട്ടുകളൊക്കെ പാടി നടക്കുന്നവര്. What do I not owe you to them? To their mischief and mad pranks, and the old men and women sitting in their small grey cottages, telling me wonderful stories of water sprites and trolls and enchanted maidens. എന്തൊക്കെയാണ് പറഞ്ഞുള്ളത്? And then the old men and women sitting in their ചെറിയ ഗ്രേ കോട്ടേജ്, ആ കുടിലുകളിൽ ഇരിക്കുന്ന ആരാണ്? വയസ്സായ ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും. ഓൾഡ് മെൻ ആൻഡ് വുമൻ സിറ്റിംഗ് ഓൺ ദെയർ സ്മോൾ ഗ്രേ കോട്ടേജസ് telling me wonderful stories. അവരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? നല്ല വണ്ടർഫുൾ, നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള അനുഭവപ്പെടുന്ന കഥകൾ പറയുന്നത്. ഓഫ് വാട്ടർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ജലദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ വാട്ടർ സ്പിരിറ്റ്സ്. ആൻഡ് ട്രോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അമാനുഷിക ശക്തിയുള്ള ജീവികളൊക്കെ. ആൻഡ് എൻചാന്റഡ് മെയ്ഡ്സ്, നല്ല ഭംഗിയുള്ള എന്താണ് നമ്മളെ ആകർഷിപ്പിക്കുന്ന മെയ്ഡൻസ്, ദേവതകൾ. ഇവരുടെയൊക്കെ കഥകൾ ആര് പറഞ്ഞിട്ടുണ്ട്? ഈ പ്രായമായവര് പറഞ്ഞിട്ടുണ്ട്. They who taught me and that there is poetry in hard rocks and black forests. അവരാണ് എന്തൊക്കെ പഠിപ്പിച്ചത്? It was they, അവരാണ് who taught me, എന്നെ പഠിപ്പിച്ചത് that there is poetry, എന്തുണ്ട് അവിടെ? കവിതകളുണ്ട്. in hard rock, വലിയ കല്ലുകളിലും ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, കൊടും കാടുകളിലും ഒക്കെ പോയട്രി ഒക്കെ ഉണ്ടെന്ന് അവരാണ് പഠിപ്പിച്ചത്. And I am in debt not only to people, but there is a whole of nature as well. ഞാൻ ആൾക്കാരോട് മാത്രമല്ല, നോട്ട് ഓൺലി ടു പീപ്പിൾ, ആൾക്കാരോട് മാത്രമല്ല, പക്ഷെ ആരോടുണ്ട്? There is a whole of nature, പ്രകൃതിയോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. The animals that walk on earth, the birds in the skies, the trees and flowers, they have all told me some of their secrets. അവരുടെ സീക്രട്ട് എന്താണ്? സീക്രട്ട് എന്ന് പറഞ്ഞാല് സ്വകാര്യങ്ങൾ പറഞ്ഞു തന്ന ആരൊക്കെ? ഫ്ലവേഴ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, ആകാശമുള്ള പക്ഷികളുണ്ട്, ഭൂമിയിൽ നടക്കുന്ന മൃഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരും അച്ഛനെ കൂടാതെ തന്നെ ഈ പറഞ്ഞ ആൾക്കാരും അതുപോലെ തന്നെ ഈ പക്ഷി മൃഗാദികളും പ്രകൃതിയും എല്ലാം എന്നെ എന്ത് സാഹചര്യം എനിക്ക് കഥകൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരിൽ നിന്നൊക്കെ എനിക്ക് കഥ ഉണ്ടായി, അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെയാണ് ഈ കഥകൾ ഇൻസ്പിറേഷൻ കിട്ടി ഞാൻ കഥകൾ എഴുതിയത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. Father will be as carefree and relaxed as he used to be. Never fear, child. There is a remedy for your trouble. Father സാധാരണ പോലെ തന്നെ യൂഷ്വൽ ആയിട്ട് വേറെ കാമായിട്ട് റിലാക്സ് ആയിട്ട് പറയും. നെവർ ഫിയർ ചൈൽഡ്, ഒരിക്കലും പേടിക്കണ്ട. ഡോണ്ട് ഫിയർ എന്താണ്? ചൈൽഡ്, കുട്ടി പേടിക്കണ്ട. എല്ലാത്തിനും റെമഡി ഉണ്ട്, പരിഹാരമുണ്ട്. ഫോർ യുവർ ട്രബിൾ, നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. I don't think, Father, that you really understand how hard it is for me. I'm also in debt to my readers. What would have become of me if no one had wanted to read my books? I don't think, Father, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. That you really understand how hard it is for me. ഇത് എത്രത്തോളം പ്രശ്നമാണ് അല്ലേ? I am also in debt to my readers. ഞാൻ ആരോടും എനിക്കുണ്ട്? വായനക്കാരോടും എനിക്ക് ഡെപ്റ്റ് ഉണ്ട്, കടമുണ്ട്. What would they become? അവരെന്ത് ചെയ്യും? read my books, അവർ വായിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലോ? And don't forget all those who have written of me. എന്നെ കുറിച്ച് എഴുതിയ ആൾക്കാർ, എന്നെ കുറിച്ച് പലരും എഴുതിണ്ടാവില്ല ഇങ്ങനത്തെ എഴുത്തുകാരെ കുറിച്ച്, അവരോടും എനിക്ക് കടപ്പാടുണ്ട്. മറക്കുന്നില്ല, അവരെയും മറക്കുന്നില്ല. Think of all those in foreign lands who have worked for me. മറ്റുള്ള രാജ്യങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാർ. പിന്നെ ആരാണ്? I owe them gratitude, Father, both
for their praise and for their censure. ഞാൻ അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു? എന്തിനു കൊടുക്കാൻ എനിക്ക് കടപ്പെട്ടിട്ടുണ്ട്. എന്ത് കടപ്പെട്ടിട്ടുണ്ട്? ഫാദർ ബോത്ത് ഓഫ് ദർ പ്രൈസ്, രണ്ട് കാര്യങ്ങൾക്ക് അവരുടെ പ്രൈസ്, അവരെന്നെ ഉയർത്തി പറഞ്ഞതിനും സെൻഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെ എന്നൊക്കെ പറയാം. അതിനൊക്കെ ഉള്ള എല്ലാത്തിനും രണ്ട് കാര്യത്തിൽ ഞാൻ അവരോട് കടപ്പെട്ടിട്ടുണ്ട്. Yes, Father will say, and I shall see him look like a little calm. വളരെ കാമായിട്ട് yes ഫാദർ പറയും, ഞാൻ വളരെ കാമായിട്ട് നോക്കും. Remember all who have helped me, Father. I shall say, think of my faithful friend Esildil, who tried to open doors for me when no one dared to believe in me. No one dared to believe. എന്നെ ആരും വിശ്വസിക്കാത്ത സമയത്ത് എനിക്ക് വേണ്ടി വാഴ തുറന്ന എന്റെ ഏറ്റവും ഫെയ്ത്ത്ഫുൾ, വളരെ വിശ്വസ്തയായ ഫ്രണ്ട് ആരാണ്? എസ്എൽഡയും. റിമെമ്പർ ഓൾ ദോസ് ഹു ഹെൽപ് മീ. അങ്ങനെ എന്നെ സഹായിച്ച എല്ലാവരെയും ഫാദർ ഞാൻ ഓർമ്മിക്കുന്നു. പിന്നെ all the love that has come to me, the honors, the distinctions. Do you not understand now that I had come to you to ask how such debts can be paid? എത്രത്തോളം കടം പേയാണ്ടെന്ന് പറയാൻ എങ്ങനെ? ഓൾ ഓഫ് ദ ലവ്, എല്ലാ സ്നേഹം, എനിക്ക് വന്ന എല്ലാ സ്നേഹവും എല്ലാ ബഹുമാനവും എല്ലാ പൊസിഷൻസും എല്ലാം അല്ലേ, എല്ലാം മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു കടം തിരിച്ച് പേ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നു. Father has lowered his head and does not look so hopeful anymore. ഫാദർ എന്ത് ചെയ്യും? തല താഴ്ത്തിയിട്ട് does not look so hopeful, ഒരു പ്രതീക്ഷയുമില്ലാത്ത പോലെ നോക്കും. I agree, daughter. It is not going to be easy to find help for you, but surely there is nothing more you owe anyone. I agree, daughter. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എഗ്രി ചെയ്യുന്നുണ്ട്. അത്ര ഈസി അല്ല. ഷുവർ, തീർച്ചയായും there is nothing more. കൂടുതലൊന്നുമില്ലല്ലോ നീ കൊടുക്കാൻ. വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ എന്താ പറയാ ഞാൻ? Yes, Father. I have found it difficult enough to bear all that I owed before, but my biggest debt has not yet come. That is why I had come to you for advice. That is why I had to come to you for. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അഡ്വൈസിന് വന്നത്. എന്തുകൊണ്ട്? Yes, Father, I have found it difficult. ഞാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട്. Enough to bear, എന്ത് സഹിക്കാൻ? All that I owed before, മുന്നേ ഉള്ള കൊടുക്കാനുള്ളത്. But എന്നാൽ എന്റെ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ്, എന്റെ ഏറ്റവും വലിയ കടം എന്താണ്? Not yet come, ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഒരു ഉപദേശത്തിന് അഡ്വൈസിനായിട്ട് വന്നിട്ടുള്ളത്. I cannot understand how you could owe still more. Father will say, oh yes, I will reply, and then I will tell him all about this. I cannot understand. എനിക്ക് മനസ്സിലാവുന്നില്ല. How you could owe ഇതിലും കൂടുതൽ still more, ഇനിയും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഫാദർ പറയും. ഓ യെസ് ഉണ്ട്. I will reply. ഞാൻ എന്ത് ചെയ്യും? മറുപടി പറയും. And then I will tell him. ഞാൻ അദ്ദേഹത്തോട് പറയും all ഇതിനെ കുറിച്ച് എല്ലാം പറയും. എന്താണ് പറയാ? I just cannot believe the academy. Father will look, saying, but looking at me and seeing my face, he will know it is all true. I just cannot believe the academy. എനിക്ക് തീരെ അക്കാഡമിയെ കുറിച്ച് ഫാദർ വിൽ സേ, ഫാദർ എന്ന് പറയും, ബട്ട് ലുക്കിംഗ് അറ്റ് മീ, എന്നെ നോക്കിയിട്ട്, ആൻഡ് സീയിങ് മൈ ഫേസ്, എന്റെ മുഖം നോക്കിയിട്ട് പറയും, he will know it all true. ആ മുഖം നോക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിനെല്ലാം സത്യമാണെന്ന് മനസ്സിലാവും. And then every wrinkle in his face will tremble and tears will come into his eyes. And then every wrinkle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ചുളിവുകളില്ലേ മുഖത്തിൽ, അല്ലെങ്കിൽ പേപ്പറിലുള്ള, ഇവിടെ മുഖത്തെ ചുളിവുകളാണ്. മുഖത്തെ ചുളിവുകൾ എന്താവും? ഇൻ ഹിസ് ഫേസ് വിൽ ട്രെമ്പിൾ എന്ന് പറഞ്ഞാല് വിറയ്ക്കുക, അല്ലെങ്കിൽ ഞെട്ടുക, നമ്മൾ പേടിച്ച് പെട്ടെന്ന് ഞെട്ടൂലേ, ട്രെമ്പിൾ എന്ന് പറയാം. ടീയേഴ്സ് വിൽ കം ഇൻ ടു ഐസ്, അദ്ദേഹത്തിന്റെ കണ്ണിലോട്ട് എന്ത് ചെയ്യും? കണ്ണീര് വരും. Think, Father, it is not only honor and money they are bestowing on me. They have shown that they have trusted enough in me to single me out before the whole world. How shall I repay this debt? Think, Father, ചിന്തിക്കൂ. It is not only honor. ഇതൊരു എന്ത് മാത്രമല്ല, ഒരു ബഹുമാനം മാത്രമല്ല. That money that are bestowing on it. അത് ഉണ്ടായിട്ടുള്ള എന്ത് മാത്രമല്ല, ഒരു ഹോണർ മാത്രമല്ല, ഒരു ബഹുമാനം മാത്രമല്ല. They have shown that they have trust. അവർക്ക് എന്ത് വിശ്വാസമുണ്ട്? Enough in me, എന്നൊരു വിശ്വാസമുണ്ട്. To single me out before the whole world. ലോകത്തിന് ഞാൻ ഒന്നായിട്ട് നിൽക്കാണ് അല്ലേ. And shall I repay this debt? അല്ലേ, ഈ ലോകത്തിൽ എന്നെ ഒന്നാമത് നിർത്തി എന്നെ ഒറ്റയ്ക്ക് പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചതിന്റെ ഒരു ട്രസ്റ്റും കൂടി ഉണ്ട്, ബഹുമാനം മാത്രമല്ല. അതുകൊണ്ട് ഞാൻ ഈ കടം തിരിച്ചു കൊടുക്കണ്ടേ? ഓക്കെ.
Father will sit and still no words will come as he thinks. അതെ, ചിന്തിക്കുമ്പോൾ ഇരിക്കും, വീണ്ടും വാക്കുകളൊന്നും വരുന്നില്ല. Then, drying tears of joy from his eyes, he will bang down on his fist on the arm of the rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. I am too happy that you have been given the Nobel Prize to worry about anything. അപ്പൊ എന്താണ് then drying tears, കണ്ണീര് ഉണക്കിയിട്ട് of joy, സന്തോഷത്തെ കണ്ണീര് ഉണക്കിയിട്ട് എന്ത് പറയും? from his eyes, കണ്ണീര് വന്ന കണ്ണീര് അല്ലേ? പറയും he will bang down his fist on എന്തിലാണ് ചുരുട്ടി ഫിസ്റ്റ് വെച്ചല്ലേ? റോക്കിംഗ് ചെയർ ആൻഡ് എന്നിട്ട് എന്ത് പറയും? I will not rack my brains. rack brain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മലയാളത്തിൽ പറയാ തല പുകഞ്ഞ് ആലോചിക്കുക, തല പുകഞ്ഞ് ചിന്തിക്കുക എന്നൊക്കെ പറയല്ലേ. I will not, ഞാൻ തല പുകഞ്ഞും ചിന്തിക്കില്ല about പ്രോബ്ലം പ്രശ്നങ്ങളെ കുറിച്ച്. that no one in heaven or on earth, ഭൂമിയിലും സ്വർഗത്തിലുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ തല പുകഞ്ഞ് ചിന്തിക്കില്ല. ഐ ആം ടു ഹാപ്പി, ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്തിന്? that you have been given the Nobel Prize. നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? to worry about anything, ഒന്നിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും വറി ചെയ്യുന്നതിന്, എന്തിനു ചിന്തിച്ച് പ്രശ്നമായി ചിന്തിക്കുന്നതിന്, വറി ചെയ്യുന്നതിനെ കുറിച്ച്. Your Majesties, Your Royal Highnesses, ladies and gentlemen, have received no better answers than this to all my questions. It only remains to me to ask you to join me in the toast, which I have the honor to propose to the Swedish Academy. ഇവരവരുടെ സ്റ്റോറി അവിടെ അവസാനിപ്പിക്കാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? അത് നമ്മുടെ ഒരു പ്രസംഗം തുടങ്ങുന്നതിന്റെ വരികളാണ്. യുവർ മെജസ്റ്റീസ് അല്ലേ, ബഹുമാനപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ പറയില്ലേ, റോയൽ ഹൈനസ്, റോയൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കുന്ന ഹൈനസ് എന്ന് പറഞ്ഞിട്ട്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞു. ഹാവിംഗ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ ദാൻ ദിസിനേക്കാളും നല്ലൊരു ആൻസർ this to all my questions, എന്റെ ചോദ്യങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു ആൻസർ ഇല്ല. it only remains, ഇതെന്താണ് ബാക്കിയാക്കുന്നത്? to me to ask you join me, എനിക്ക് എന്ത് മാത്രമേ പറയാനുള്ളൂ? you to ask join, എന്നോട് കൂടി ചേരാൻ. in the toast എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ചടങ്ങാണ്. നമ്മളിപ്പോ ആൾക്കാരൊക്കെ ബഹുമാനിക്കുന്ന സമയത്ത്, ഒരു ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വൈൻ ഗ്ലാസ് കുടിക്കുന്ന ഗ്ലാസോ ഒക്കെ എല്ലാം പൊക്കി പിടിച്ച് അവരെല്ലാവരും ബഹുമാനിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനാണ്, കസ്റ്റമിനാണ് ടോസ്റ്റ് പറയാം. വിച്ച് ഐ ഹാവ് ഹോണറിൽ ടു പ്രൊപ്പോസ് ദ സ്വീഡിഷ് അക്കാദമി. സ്വീഡിഷ് അക്കാദമി കിട്ടുന്ന ഈ പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെയൊക്കെ എന്താണ് വിളിച്ചുകൊണ്ട് ഈ സ്റ്റോറി ഇവരവിടെ നിർത്തുകയാണ്. അവര് ട്രെയിനിൽ ഇരുന്നിട്ട് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞത്. വളരെ ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്. പുതിയ വേർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ചാനലിന്റെ ലിങ്ക് എല്ലാ കൂട്ടുകാർക്കും, 9ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.